ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു നല്ല മഴ ഇങ്ങനെ പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഒന്നും നോക്കിയില്ല, പച്ചരി രാവിലെ ദോശയ്ക്ക് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് പച്ചരി എടുത്തിട്ട് പിന്നെ കൽത്തപ്പത്തിൻ്റെ മാവൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നിരന്തരം നമ്മുടെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ ശർക്കരപ്പാനൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ചെറിയ ജീരകം ചോറ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ലേശം ഇവിടെ തേങ്ങ വല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ലേശം എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. തീരെ ഇല്ലാണ്ടായാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലേ, ആ ഒരു സ്മെല്ല്. അപ്പോൾ ഇതാ മാവ് ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് കൽത്തപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഈ എണ്ണക്കടി അതും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഇതാ കപ്പയും ഇതിൻ്റെ റെസിപ്പിയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കപ്പയും പിന്നെ നമ്മളെ കൊത്തരച്ചി ഉണ്ടല്ലോ, കപ്പക്കൂട്ട്, അവയൊക്കെ പാടെ കൂടിയിട്ട് നല്ല അടിപൊളി കപ്പ ബിരിയാണി വെച്ചതാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ബീഫ് കൊണ്ട് ഞാൻ ലേശം ഒരു ബീഫ് കറി പോലെ ലേശം ഉണ്ടാക്കിയെടുത്തിട്ട്, ലേശം പൊറോട്ട ഉണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ലേശം എണ്ണക്കടി ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ മോളെ സ്കൂളാണ് കേട്ടോ. അപ്പോൾ അവൾ SPCയിൽ കൂടിയിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിഹേഴ്സൽ ഇതൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. എല്ലാതും മക്കൾക്ക് അവർ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോന് കൂടില്ല, പക്ഷെ മോൻക്ക് അതിലൊന്നും താല്പര്യമില്ല. പക്ഷെ മോൾക്ക് അങ്ങനത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളുടെ ഇഷ്ടത്തിന് മാത്രമായിട്ട് അവളാണ് കൂടിയതാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് 2-3 ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. കുറേശ്ശായിട്ട് അങ്ങനെ ഉണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ മദ്രസയിലോട്ട് ചേരുന്ന ഉണ്ടാക്കി കൊടുക്കാനുണ്ടോ. അപ്പോൾ ലേശം ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ റവയും മൈദ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ലേശം കരിഞ്ചീരകം ഇട്ടിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്. പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നിയാൽ പച്ചരി വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കേട്ടോ. ഒരു 5 മിനിറ്റ് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം മാത്രം ചുട്ടെടുക്കുക. അപ്പോഴിങ്ങനെ പൊങ്ങി നല്ല ഉണ്ണിയപ്പമായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം, അവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും നബിദിനാശംസകൾ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 2-3 ദിവസത്തെ വീഡിയോ ആണ് ഇതെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നബിദിനത്തിൻ്റെ അന്നത്തെ ദിവസത്തായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ഇപ്പോൾ ചോറ് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലേശം ചിക്കൻ വാങ്ങിച്ചിട്ട് കറി വെക്കുകയാണ് കേട്ടോ. ചോറുക്കുള്ള കറി വെക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, വലിയ ജീരകം ഇവെല്ലാം കൂടെ ചതച്ചിട്ട് നമ്മൾ സവാളയോടാണ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ മഞ്ഞൾപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, പിന്നെ ലേശം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഒരു കറാമ്പൂവും പട്ടയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഗരം മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ലേശം ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുകളൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതുണ്ട്, അത് ഇതിലോട്ടാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്, നല്ല സ്മെല്ലും ഉണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ ഞാനതിൽ ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കറിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ്, ഒരു തിക്കായിട്ട് കിട്ടുകയും ചെയ്യും അല്ലേ, എത്ര നമ്മൾ കറി കൂട്ടിയാലും. ഇനിയിപ്പോൾ ചില്ലിയും കൂടെ ആക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ പൊടിയുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മളെ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തത് ഞാൻ മസാലയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് മസാല പുരട്ടി നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ പൊരിക്കുമ്പോൾ. ചിക്കൻ പലരും എല്ലാവർക്കും അവരവർ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല, നമ്മളെ വീട്ടിലെല്ലാ റെസിപ്പി ഉണ്ടെങ്കിലും നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഗസ്റ്റിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ കസിൻ്റെ വീട്ടിൽ നമ്മൾ ഫാമിലിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് ആവില്ല, അവിടെ വേറൊരു ടേസ്റ്റ് ആവും അല്ലേ. അപ്പോൾ പലർക്കും പല രീതിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി രീതിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നബിദിന ആയിട്ട് ഈ ഒരു ചീരണി ഉണ്ടല്ലോ,
ഈ ഒരു പൊതി കിട്ടാൻ വേണ്ടിയിട്ട്. ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടാനിട്ടൊന്നുമല്ല, അപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ പുറത്ത് പോയാൽ എന്തും കിട്ടും, അങ്ങനത്തെ ഒരു കാലമല്ലേ. പക്ഷേ നമുക്ക് നബിദിനത്തിന് കിട്ടുന്ന ഈ ഒരു പൊതി അത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അതിലിങ്ങനെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാനും പിന്നെ അവരിങ്ങനെ ആ പൊതിയൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് തരുമ്പോൾ അതൊക്കെ വാങ്ങിക്കാനും അതിന് ഓരോന്നിടത്ത് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഈ ഒരു പൊതി കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഞാൻ 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. പള്ളിയിൽ നിന്ന് ചോറപ്പൊക്കെ മോന് കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറായിരുന്നു, നല്ല ടേസ്റ്റാണ്. ഒന്നിച്ച് വെക്കുന്ന ചോറാണല്ലോ, എല്ലാവർക്കുള്ള ചോറ് ഒന്നിച്ച് വെക്കല്ലേ. ആ ഒരു ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ എത്ര വീട്ടിൽ നമ്മളത് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും ആ ഒരു രുചി കിട്ടുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ആ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോഴേക്കും മക്കൾക്കൊക്കെ വിശന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ജാഥയുടെ പിന്നാലെ പോയിട്ടും ചെറിയ മോന് ഫ്ലവർ ഷോയിലുണ്ട്. പിന്നെ മൂത്ത മോന് പ്രാവശ്യം ഒന്നിനും കൂടിയിട്ടില്ല കേട്ടോ. പിന്നെ മോളോരോ പരിപാടിയിലൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എന്തോ ഒരു മനസ്സിലേക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊരു മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതും അവർക്ക് ഒരു ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നതും അവരെ കൂടെ എൻജോയ് ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക രസമാണല്ലേ. പിന്നെ ഇതാ ചീരിന് പിന്നെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒരു പാത്രത്തിൽ കൂട്ടിയിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമുണ്ട് ഇതിൽ. ഈ ലോയിച്ചിന്നത്തിൻ്റെ ആ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഇത് ഇങ്ങനെ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഞാൻ നബിദിനത്തിന് ചീരിന് കിട്ടുമ്പോഴാണ് കേട്ടോ ചെയ്യാറ്, അല്ലാതും ചെയ്യില്ല. പക്ഷേ അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എടുത്ത് കഴിക്കാൻ കേട്ടോ. അപ്പം മക്കൾ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ, ഇക്കയുണ്ട്. അവർ പറയാം അവൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ എടുക്കട്ടെ, വേഗം എടുത്തോളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എത്ര കണ്ട് ഇഷ്ടമായി എന്നൊന്നും അറിയില്ല. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.